നമസ്കാരം, ഫെങ്ഷുയിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ വിഷയങ്ങളുമായി ഒത്തിരി പേർ കാണുന്നുണ്ട്. അപ്പോൾ കാണുന്നുള്ളവർക്കും വിശ്വാസമുള്ളവർക്കും വിശ്വാസികൾക്കും വേണ്ടിയിട്ടാണ് നമ്മളിത് ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ 24 വർഷത്തെ പരിചയത്തിൻ്റെ പേരിൽ ഞാൻ പറയുന്നു, പലരും ഇപ്പോൾ കളിയാക്കാറുണ്ട്. കന്നിമൂലയില്ലെങ്കിൽ വാസ്തുവില്ല, ഇല്ലെങ്കിൽ ഫെങ്ഷുയി ഇല്ല, ഇവരുടെ ജീവിത മാർഗമാണ് കന്നിമൂല എന്ന് പറയാറുണ്ട്. എന്നാൽ എൻ്റെ ജീവിത അനുഭവം, ഈ രംഗത്തുള്ള അനുഭവം വെച്ച് ഞാൻ പറയുകയാണ്, ഒരു കാരണവശാലും നമ്മുടെ ഈ സൗത്ത് വെസ്റ്റ് കോർണർ, അതായത് കന്നിമൂലയിൽ ടോയ്ലറ്റോ സെപ്റ്റിക് ടാങ്കോ അതുപോലെ തന്നെ ആ കന്നിമൂല കട്ടായി കിടക്കുകയോ അവിടെ കിണറോ വന്നു കഴിഞ്ഞാൽ ബന്ധങ്ങളിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വിവാഹം നടക്കുവാനും നടന്നിട്ടുള്ള വിവാഹങ്ങളിൽ തന്നെ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും സാമ്പത്തികമായിട്ട് അധിക ചിലവുകൾ ഉണ്ടാകുവാനും ഈ കന്നിമൂലയിലുള്ള ഈ ടോയ്ലറ്റോ അതല്ലെങ്കിൽ മറ്റ് അവിടെ കട്ടായി കിടക്കുകയോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ വിഷയങ്ങളുമായി എന്തെങ്കിലും നെഗറ്റീവായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് സംഭവിക്കുമെന്നുള്ളത് 100% ശരിയാണ്. അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും വർഷത്തെ അനുഭവ സമ്പത്തിൻ്റെ പേര് പറയുന്നത് ഇത് എന്താണ് അവിടെ സംഭവിക്കുന്നറിയില്ല. ഇങ്ങനെയുള്ള വീടുകളിൽ തീർച്ചയായിട്ടും റിലേഷനിൽ, ബന്ധങ്ങളിലും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ആ പ്രശ്നങ്ങളിലും ഒക്കെ ഈ വക കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇത് ശരിക്കും വിളിച്ച് കാണിച്ചതിന് ശേഷം കന്നിമൂല നിർണ്ണയിക്കുന്നതിന് ചില അളവ് കോലുകളുണ്ട്. അളവുകളും കോലുകളും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെയാണ്. എന്നാൽ കോമ്പസ് അനുസരിച്ച് നമ്മുടെ സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന കന്നിമൂല ഏത് ഭാഗത്താണ് വരുന്നതെന്ന് നമ്മൾ നിർണ്ണയിക്കണം. അത് നേരിൽ കണ്ടെങ്കിൽ മാത്രമേ പറയാൻ കഴിയൂ. പരിചയ സമ്പത്ത് നമുക്കുണ്ടാകണം. ആ വീടിൻ്റെ ചുറ്റുപാടും എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞിട്ട് നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ, എൻ്റെ മുഖം നോക്കൂ, എൻ്റെ മുഖത്ത് ഇപ്പോൾ ഇരിക്കുന്ന എൻ്റെ ഈ മൂക്കിരിക്കുന്നത് എൻ്റെ ഈ നെറ്റിയിലാണെങ്കിൽ എന്തായിരിക്കും? ഒരു വൈകൃതമല്ലേ ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോന്നിനും വരേണ്ട സ്ഥാനങ്ങളുണ്ട്. ആ സ്ഥാനങ്ങളിൽ വരികയാണെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ വരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമുക്കതൊന്ന് പരീക്ഷിച്ച് നോക്കാം. പരീക്ഷിച്ചല്ല, നമുക്ക് അനുഭവ സമ്പത്ത് നിങ്ങളുടെ വീടുകളിൽ വന്ന് നേരിട്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. പറയുന്നതെല്ലാം പൊഴിയാണ് എന്ന് കരുതേണ്ടതില്ല.